മൻമോഹൻ സിംഗ് സർക്കാർ അതിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും മോദി പ്രസംഗിക്കുന്നുണ്ട് രാജ്യത്ത് ഈ ഇത് മാംസ കയറ്റുമതി ഈ കയറ്റുമതി തടയണം, ഈ കയറ്റുമതി തടയണം, രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗമൊക്കെ നടത്തിയ മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്നേ വരെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് അല്ലാതെ ഇതിൻ്റെ കാര്യത്തിൽ ഇടിവുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഗ്രോത്ത് അങ്ങനെ വെറുതെ ഉണ്ടാവുന്നതല്ല. ഈ കച്ചവടക്കാർ എല്ലാ കാലത്തും നമുക്കറിയാം ഭരണകൂടമായിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ ചില മികവുകൾ എപ്പോഴും ഉണ്ടാവും. മാത്രമല്ല അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അവരിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന തരത്തിലുള്ള വലിയ തൊഴിൽ 30 എത്രയാണ് ഇത്തവണത്തെ 30 കോടി. അതായത് ഈ 2013 മറ്റും BJPക്ക് ഇവരിൽ നിന്ന് കിട്ടിയത് 2 കോടിയോ മറ്റോ ആണ്. 2 കോടിയാണ്. അതെ, അതിന്റെ 30 കോടി ഒരൊറ്റ വർഷത്തേക്ക് 30 കോടി മാറ്റി കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു അതൊന്നും ആലോചിക്കണം നമ്മൾ. അപ്പോൾ അത്രയുണ്ട്. അതിന് മാത്രമല്ല ഇവരുടെ ലാഭം അതിനനുസരിച്ച് മാറുന്നുണ്ട്. 10,000 കോടിയൊക്കെയാണ് ഇവർക്ക് ലാഭം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യ ഈ ബീഫ് കയറ്റുമതിയിൽ ലോകത്തെ 3ാമത്തെ രാജ്യമായി മാറുകയാണ്. ഏറ്റവും കയറ്റുമതി നടത്തുന്ന 3ാമത്തെ രാജ്യമായി മാറുകയാണ്. ഏതൊക്കെ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആരോപിച്ച് ഇതിനെ തടയാൻ കഴിയുമെന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതായത് വഴിയോരത്ത് വിൽക്കാൻ പാടില്ല, ഓപ്പണായിട്ട് വിൽക്കാൻ പാടില്ല. അതൊക്കെ പറയുമ്പോൾ ഇതിന് രജിസ്റ്റേർഡ് ആയിട്ട് വേറെ വിൽപ്പന കേന്ദ്രങ്ങൾ വെച്ചിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള വിൽപ്പന മാത്രമേ നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ സാധാരണക്കാരായ മാംസ വിൽപ്പനക്കാർ എന്ന് പറയുമ്പോൾ ഏറ്റവും ദരിദ്രരും അവിടെ എന്ന് വെച്ചാൽ അതിലൊരു ഭൂരിഭാഗം പേരും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളായ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഈ കച്ചവടം അവസാനിപ്പിക്കുക, അതിൻ്റെ അടിവേര് വെട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം ഇത് ആദ്യമായിട്ടല്ല. അത് ബീഹാറിൽ ഇപ്പോൾ ഒരു പുതിയ നീക്കം എന്നുള്ള നിലയിൽ കണ്ട രാജ്യത്ത് പലയിടത്തും ഇതേ സംഗതികൾ നടക്കുകയാണ്, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ UP-യിലൊക്കെ ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നവരാത്രി വേളയിൽ മാംസ വിൽപ്പന പാടില്ല എന്ന് ഉത്തരവിറക്കുന്നു. പിന്നെ ചിലപ്പോൾ ഈ ശ്രാവണ മാസം മുഴുവൻ, ഒരു മാസം ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു മാസം മുഴുവൻ മാംസ വിൽപ്പന നിരോധിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി നട്ടലൊടിയുന്നത് ഈ വിൽക്കുന്ന ഇതുവഴി കച്ചവടം കൊണ്ട് മാത്രം ജീവിച്ചു പോരുന്ന മനുഷ്യരാണ്. അവരുടെ കഞ്ഞികൂടി മുട്ടുകയാണ് അതോടുകൂടി.